ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് VK ശ്രീകണ്ഠൻ MP-യുടെ പര്യടനം. പട്ടാമ്പി മുനിസിപ്പാലിറ്റി, മുതുതല, ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. 2 ദിവസങ്ങളിലായാണ് VK ശ്രീകണ്ഠൻ MP പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായിരുന്നു പര്യടനം. പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ MP-ക്ക് സ്വീകരണം നൽകി. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കാൻ നൽകിയ വോട്ടാണ്. നമ്മുടെ രാജ്യത്തെ മതേതരത്വം നിലനിൽക്കാൻ നൽകിയ വോട്ട്. ഇന്ത്യയുടെ ഭരണം, അവൻ ആവേശത്തിൽ കൂടി വീശിക്കൊണ്ടു. ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താനുള്ള പോരാട്ടത്തിന് നൽകിയിട്ടുള്ള വീര്യം പകർന്ന വോട്ടാണ്. അത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധികൾ ഭരണഘടന നെഞ്ചോട് വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചരിത്രത്തിലാദ്യമാണ്. ഈ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വലിയ ആവേശത്തോടു കൂടി സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ കരുത്തിന്റെ പുറത്താണ്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് അവിടെ പ്രതിഫലിച്ചത്. യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ വിലാപങ്ങൾ ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങി കേൾപ്പിച്ചത്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ആ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തും, ഈ രാജ്യത്തെ ഏകോദര സാഹോദര്യം നിലനിർത്തും, ഈ രാജ്യത്തെ മതേതരത്വം നിലനിർത്തും. എല്ലാവർക്കും തുല്യ അവകാശമാണ്. അവരെയൊന്നും സൈഡ് ലൈൻ ചെയ്യാൻ, പാർശ്വവൽക്കരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ശബ്ദമാണ്. അത് കേട്ടേ മതിയാവൂ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി പ്രസംഗിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ KR നാരായണസ്വാമി, CA റാസി, C സംഗീത, KP വാപ്പുട്ടി തുടങ്ങിയവരും മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂർ, പട്ടാമ്പി, മുതുതല തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മുതുതലയിൽ പര്യടനം സമാപിച്ചു.